ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ വേണി ശങ്കറിനെ വിളിക്കുവാണ് കേട്ടോ. സമയത്ത് ഗൗരിയുടെ അടുത്തിരിക്കുന്ന ശങ്കർ മാറി കൗച്ചി പോയിരുന്ന് ഫോൺ എടുക്കുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വേണിമോളെ, എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കും. പറയുവാണ്, ഏട്ടൻ ചൂടാവുകയൊന്നും ചെയ്യരുത്, ഞാനൊരു കാര്യം പറയാം, അത് ഏട്ടൻ ക്ഷമയോടെ കേൾക്കണം കേട്ടോ. ഇന്നാ മിഥുൻ അവിടെ വന്നായിരുന്നു. പുള്ളിയാണെങ്കിൽ ഒരു ഡിമാൻഡ് പോലെ നിശ്ചയം നടത്തണമെന്നും ഈ മാസം അവസാനം തന്നെ നടത്തണമെന്നും ആ നിശ്ചയത്തിന് നിങ്ങൾ രണ്ടും വരാൻ പാടില്ല എന്നും പറഞ്ഞു എന്ന് പറയുക കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കർ പറയാണ്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗൗരിക്ക് എന്ത് വിഷമാവുമെന്നറിയോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണ്ടി പറയാണ്, ഇപ്പം ആരോടും പറയണ്ട, ഏട്ടന് കട്ട സപ്പോർട്ടാണ് ഞാനും ആദർശേട്ടനും, പിന്നെ നമ്മുടെ മുത്തശ്ശിയും കൂടെ നിൽക്കുമായിരിക്കും, വേറെ ആരും നിൽക്കുകയില്ല. എങ്ങനെയും ആ മിഥുൻ എന്ന് പറയുന്ന അവൻ്റെ ഫ്രോഡ് തരം എങ്ങനെയും നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കർ പറയാണ്, അവൻ മനഃപൂർവ്വം ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും, എന്തായാലും മഹാദേവനൊരു മാർഗ്ഗം കാണിച്ചു തരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ് ശങ്കർ ഫോൺ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗംഗ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, മോളെ നീ ശങ്കറിൻ്റെ ബൈക്കിൽ തന്നെ പോകണം, എങ്ങനെയും ആ ഗൗരിയിൽ നിന്ന് എൻ്റെ മോനെ ഒന്ന് നീ രക്ഷിക്കണമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗംഗ പറയാണ്, പക്ഷേ അതിനിടയ്ക്ക് ഗൗരി കയറി വന്നാൽ എന്ത് ചെയ്യും, ആകെ പ്രശ്നമാവില്ലോ എന്ന് ചോദിക്കും. പറയാണ്, ഒന്ന് കഴിഞ്ഞാലേ മോളെ മറ്റതിന് വളമാവുള്ളൂ, നീ എന്തായാലും ശങ്കറിൻ്റെ കൂടെ തന്നെ പോകാൻ പറയണം കേട്ടോ. ശങ്കർ ഇങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഗംഗ പറയും, എടാ ഞാനും വരുന്നുണ്ട്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശങ്കർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ ബൈക്കിൽ തന്നെ പറഞ്ഞത് എന്താ നിർബന്ധം എന്ന് പറയുമ്പോൾ, നിൻ്റെ ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്ന സുഖം വേറെ കിട്ടുവാടാ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് രാധാമണി തങ്കച്ചി മനസ്സിൽ പറയാം, ഇപ്പം ഗൗരി വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൗരി വന്നിട്ട് ശങ്കർ നിൽക്കുമെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട് ഗംഗയെ ഇങ്ങനെ ആക്ടിങ് തുടങ്ങുവാണ്, എന്താ ഗൗരി ഇനി പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ രാധാമണി തങ്കച്ചി പറയാണ്, തുടങ്ങി, ഇനി അവൾ എൻ്റെ കെട്ടിയോൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അത് കേൾക്കുന്ന ശങ്കർ അവളോട് ചോദിക്കും, ഇത്രയും നാൾ പോയപ്പോൾ നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശങ്കർ ചോദിക്കുവാണ് കേട്ടോ, എന്താ ഗൗരി നിനക്ക് പ്രശ്നം, ഇത്രയും നാൾ ഗംഗ എൻ്റെ കൂടെയല്ലേ വന്നുകൊണ്ടിരുന്നത്, അപ്പോഴൊന്നും നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗരി പറയാണ്, ഇപ്പം കുഴപ്പമുണ്ട്, ഇവിടെ വേറെ വണ്ടി ഉണ്ടല്ലോ, കാറിന് പോകാമല്ലോ ഗംഗയ്ക്ക്, കാറിന് പോകാതെ എന്തിനാ ഇങ്ങനെ ബൈക്കിൽ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ. അപ്പോൾ ശങ്കർ ഇങ്ങനെ ബൈക്കിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുമ്പോഴേക്കും ഗംഗ പറയാണ്, കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട, ഞാൻ ഇറങ്ങിയേക്കാന്ന് പറയുമ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയണോ, അവിടുന്ന് കൈകൊണ്ട് അടിക്കണം, അയ്യോ മോളെ ഇറങ്ങല്ലേ, അവിടെ തന്നെ ഇരിക്കുക, ഇനി എങ്കിലേ ശങ്കർ ഗൗരിയായിട്ട് വഴക്കുണ്ടാക്കുകയുള്ളൂ, എങ്കിലേ ബാക്കി പുള്ളിക്കാരി വിചാരിച്ച പോലെ നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗൗരി പറയാണ്, താൻ ഇറങ്ങണ്ടോ, താൻ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബൈക്കിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് ഗംഗയുടെ തലയിലോട്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ, ഇയാൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ എൻ്റെ ശങ്കുവിനാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കറിന് ചിരി വരുവാണ് കേട്ടോ. അതവിടെ തങ്ങച്ച് ഇങ്ങനെ, ഇവളെന്തേ പറയുന്നത്, ഞാനിങ്ങനെയൊന്നും അല്ലോ പ്രതീക്ഷ എന്നുള്ള രീതിയിലായി നിൽക്കുകയാണ്. അപ്പം ഗംഗയും ചിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗൗരി തന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പറയുകയാണ്, ചേർന്നിരിക്കുക ഗംഗയെ, ശങ്കറിൻ്റെ അടുത്തോട്ട് പിടിച്ചിരുന്നോണ്ട് ശങ്കർ നല്ല സ്പീഡിലാണ് പോകുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടും പോവുകയാണ്. ആ സമയത്ത് ഗൗരി അകത്തോട്ട് വരുമ്പോഴേക്കും രാധാമണി തങ്കച്ചി ആകെ അവിടെ വേർത്ത് കുളിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആകെ വേർത്തിരിക്കുന്നത്. അപ്പോൾ പറയും, ചൂടൊക്കെ അല്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് പറയും, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, അറ്റാക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ആൾക്കാർ വേർക്കാറുണ്ടെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിച്ചിട്ട് ഗൗരി കയറി പോവാണ് കേട്ടോ. ഇതെല്ലാം മഹാദേവനോട് പറയും. മഹാദേവൻ പറയണം, ഇതെന്താ ഇങ്ങനെ പൊതുവെ പെണ്ണുങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും, ഇവളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കുഴുത്തിരിപ്പൊക്കെയിൽ വരികയാണ്, ചിലപ്പം ഗൗരി പുരോഗമനവാദിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ പറയാണ്, ഇനി ഇവളെ കൊണ്ട് എങ്ങനെ ഒന്ന് ഇവളെ പുറത്താക്കാൻ പറ്റുന്നത്, ഇവളെ എന്നെ കാണിച്ചാലും പാരയാണല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചി ചോദിക്കുന്നുണ്ട്, നമ്മുടെ മഹാദേവൻ ചോദിച്ചത് തൻ്റെ വല്ല ഐഡിയ ഉണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ പറയുമ്പോഴത്തേക്കും കുഴുത്തിരിപ്പൊക്കെയിൽ പറയും, എൻ്റെ കയ്യിലൊരു കിടുക്കാച്ച ഐഡിയ ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഗൗരി കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും, ശങ്കരൻ കുഞ്ഞും ഗംഗയും തമ്മിൽ അടുപ്പത്തിലും ആവുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ്, താൻ ഈ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതെന്താന്ന് പറയടോ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ കുഴുത്തിരിപ്പൊക്കെയിൽ പറയുകയാണ്, ഒരു ഫോട്ടോഷൂട്ട് നടത്തണം, നമ്മുടെ ഗംഗയുടെയും ശങ്കറിൻ്റെയും, അവരങ്ങനെ വളരെ ഇഴുകിച്ചേർന്ന് നിന്ന് അഭിനയിക്കുന്ന പോലെയുള്ള ഫോട്ടോഷൂട്ടായിരിക്കണം, അത് കാണുമ്പോൾ എന്തായാലും ഗൗരിക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമല്ലോ, ഗൗരി പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെ അത്തി പിടിച്ച് നമുക്ക് കയറാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയും പറയുന്നുണ്ട്, ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ മഹാദേവൻ പറയുന്നുണ്ട്, അതിനുമുമ്പ് താനൊന്ന് ഡോക്ടറെ വിളിച്ച് എൻ്റെ ഈ കഴുത്തിൻ്റെ കാര്യവും സംസാരത്തിൻ്റെ കാര്യവും ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുവാണ് കേട്ടോ.
കാരണം ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ താൻ മാങ്ങാന്നാണ് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറയുകയാണ് കേട്ടോ വക്കീലിനോട്. അപ്പോൾ വക്കീൽ പറയുകയാണ് അതിനെന്താ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ വിളിക്കുവാണ്. വിളിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയും കോളർ കുറച്ച് നാളും കൂടി ഇടണം, കഴുത്തേലെ താടിയലിൻ്റെ കാര്യം കുഴപ്പമില്ല, പക്ഷേ എടുക്കാറായി, പക്ഷേ എന്നാലും സംസാരിച്ച് തുടങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന മഹാദേവന് ചെറിയ വിഷമമാവുകയാണ്. എന്നാലും അത് എടുക്കാറായല്ലോ എന്നുള്ള സമാധാനത്തിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാധാമണി തങ്കച്ചി ചോദിക്കുന്നുണ്ട് ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ചുമ്മാ ഒരു ഫോട്ടോഷൂട്ടല്ല, നിങ്ങൾ രണ്ടും ഒന്നും അറിഞ്ഞ പോലെ കാണിക്കേണ്ട, കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ ഉണ്ടാക്കിക്കോളാം, ആ കാരണസഹിതം ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളതിന് കൂടെ നിന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ കുഴുത്തുരുപ്പ് വക്കീൽ. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് രാധാമണി തങ്കച്ചിയും മഹാദേവനും. ഇതിലെന്തായാലും ഗൗരി വീഴും എന്ന് ഉറപ്പിച്ച് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.